ഹായ് ഫ്രണ്ട്, ഇനി നമുക്ക് പ്ലെയിൻ ഷോള് ഹിജാബ് ഇതിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ബോർഡർ ഡിസൈനാണ് കാണിക്കുന്നത്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പിങ്ക് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതേ കളർ തന്നെ ത്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വൈറ്റ് കളർ ബീഡ്സാണ്. അപ്പോൾ പ്ലെയിൻ ഷോളും ഹിജാബൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പാർട്ടിയോ ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ബോർഡറിൽ ഇതുപോലെ സ്ക്വയറായിട്ട് ആദ്യം ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് സെൻറ്ററിലായിട്ട് നീഡിൽ എടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ സെൻറ്ററിലായിട്ട് നീഡിലൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് മേലും താഴെ ഇതേപോലത്തെ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെൻറ്ററിലായിട്ട് നീഡിലെടുത്തില്ല, ആ ഒരു ഭാഗത്തേക്ക് തന്നെ ലോക്ക് ചെയ്തൊന്ന് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ്, അതായത് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പോ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴത്തായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ അതല്ലെങ്കിൽ നമുക്ക് താഴെ ബീഡ്സ് ആണെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ആദ്യം ഏത് കളറാണോ, അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പിങ്കാണ് കോർത്തിട്ടുള്ളത്, അപ്പോൾ സെൻറ്ററിൽ വൈറ്റ് വരും. അങ്ങനെ ആദ്യം ഒരു 3 ബീഡ്സ് ആദ്യം ഒന്ന് കോർത്ത് കൊടുക്കാം. ഈ 3 ബീഡ്സ് കോർത്തതിന് ശേഷം നമുക്ക് ഇത് ക്ലോത്ത് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കോർത്ത ഒരു പിങ്ക് കളർ ബീഡ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ സെൻറ്ററിൽ വൈറ്റ് ആണ് വരുന്നത്, അതിൻ്റെ ഉള്ളിലൂടെ നീട്ടിലെടുക്കുക. എന്നിട്ട് 2 പിങ്ക് കളർ ബീഡ്സും കൂടി കോർത്ത് കൊടുക്കുക, ഒരു ഷേപ്പ് കിട്ടാനായിട്ട്. അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റ് കൊടുത്ത പിങ്ക് കളറിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നീഡിൽ കോർത്തിട്ട് നമ്മൾ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ വൈറ്റ് ബീഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കണം.
അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ബീഡും അതല്ലെങ്കിൽ ത്രെഡും വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.